ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. വ്യക്തിയുമായുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ കാണുക. മൈൻഡ് കാം ആൻഡ് റിലാക്സ് ആക്കി ഇരിക്കുക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. Three of Wands, 8 of Cups, 10 of Swords, 7 of Cups, 4 of Swords, Ace of Wands, 7 of Pentacles, Knight of Wands, Ace of Swords, King of Swords. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലെ എനർജി നോക്കുമ്പോഴത്തേക്കും 3 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അത് പക്ഷേ പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്ക് സെക്കൻഡ് കാർഡിൽ കാണാൻ പറ്റുന്ന 8 ഓഫ് കപ്സ്. അതിൽ നിന്നും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും ഇമോഷണലി ഡിസ്റ്റൻസ് വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറിപ്പോകുന്നതായിട്ടാണ് നമുക്ക് പാസ്റ്റിൽ തന്നെ കാണാൻ പറ്റുന്നത്. അതായത് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ടും കാര്യങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. ആ ഒരു ഇഷ്യൂവിന് ശേഷം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ, ആ ഒരു പാർട്ട്ണറിൻ്റെ ഫ്യൂച്ചർ ഫോക്കസ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവിടെ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അത് കംപ്ലീറ്റ് ആകാണ്ട് പോയൊരു അവസ്ഥയിലാണ്. ആൻഡ് പ്രസൻറ്റിലെ എനർജി നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. അതെന്ന് പറയുമ്പോൾ ഒരു പെയിൻഫുൾ എൻഡിങ് അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ കംപ്ലീഷനായിട്ട് നമുക്ക് അവിടെ എടുക്കാം. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം പെയിൻഫുൾ ഏറിയ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഇമോഷണലി ഹേർട്ടായി ആണ് ഇപ്പോൾ ആ ഒരു വ്യക്തി. അതായത് ഒരുപാട് ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട്, ചതിവൊക്കെ കിട്ടി, നല്ല രീതിയിൽ പണി കിട്ടി ഇരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതിപ്പോൾ പ്രസൻറ്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇമോഷണലി നല്ല പെയിനായിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് എനർജിയിലുള്ള ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ കാരണമാകണമെന്നില്ല. മറ്റെന്തോ കാര്യങ്ങൾ കണ്ടാകാം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു പെയിൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സഫർ ചെയ്യുന്നതിന് റീസൺ മറ്റുള്ള കാര്യങ്ങളായിരിക്കാം എന്നുള്ളതാണ്. അതിൻ്റോടൊപ്പം നമുക്ക് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തി റൈറ്റ് ചോയ്സ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചുറ്റിനുമുണ്ട്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ അഡിക്ഷൻസ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. അങ്ങനെ ഒരു പെട്ട അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് എന്നുള്ളതാണ്. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അദ്ദേഹം വിചാരിച്ച പോലെ അല്ല, അതായത് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹം വിചാരിച്ച പോലത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ അല്ല അദ്ദേഹം കടന്നു പോയത്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കറൻ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇനി നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. അത് ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു റെസ്റ്റിൻ്റെ ടൈമാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടാകാൻ പോകുന്നു. ഈ കിട്ടിയ ബാക്ക് സ്റ്റാബിൽ നിന്നായാലും ഒരുപാട് ലെസൺസ് ആ ഒരു വ്യക്തി പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ബ്രേക്കാണ് വേണ്ടത്. മെൻ്റലി ഒന്ന് ഹീലാകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത്
കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റീതിങ്ക് ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഒരു വ്യക്തി കറൻ്റ്ലി നോക്കുന്നത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഇട്ടേക്കാം എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ഒരു പുതിയ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു പാഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇത് ആ ഒരു തോട്ട് ആ ഒരു വ്യക്തിയിലേക്ക് വരുമെന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ചിന്ത ആ ഒരു വ്യക്തിയിലേക്ക് വരുന്നതായിട്ട് കാണാം. ആൻഡ് അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പേഷ്യൻസിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ ആ ഒരു വ്യക്തി ഇപ്പോൾ തിരിച്ച് നമ്മളിലേക്ക് വരുമെന്നുണ്ടെങ്കിലും അതൊരു സഡൻ പ്രോസസ്സല്ല. ഇതിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലെ എനർജിയാണ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ക്ഷമയോടെ ഇരിക്കുക എന്നൊരു മെസ്സേജാണ്. സോ 7 ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് ആ ഒരു മെസ്സേജാണ് തരുന്നത്. ആൻഡ് ഈ ഒരു കാർഡ് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈക്വൽ എഫേർട്സ് വേണം എന്നൊരു ഇതും പറയുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷം അതായത് നമുക്ക് ആ ഒരു ഏസ് ഓഫ് വൺസ്, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രഷ് ബിഗിനിങ്സ് കൊണ്ടുവരണം എന്നൊരു ചിന്തയ്ക്ക് ശേഷം നമുക്കൊരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒരു പേഷ്യൻസിൻ്റെ ഒരു സമയം കാണുന്നുണ്ട്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളത്. അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വോൺസ് ആണ്. സോ ആ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വ്യക്തി മുന്നോട്ടിങ്ങനെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത്. സോ ഈ ഒരു നിങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ്റെ തോട്ട് ആ ഒരു വ്യക്തിയിലേക്ക് വരികയും ഒരുപാട് ആ ഒരു വ്യക്തി ടൈം എടുത്ത് റീതിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വരും എന്നൊരു ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നൈറ്റ് ഓഫ് വോൺസ് നമുക്ക് ആ ഒരു ഇതാണ് തരുന്നത്. ആ ഒരു പാഷനേറ്റ് ആയിട്ട് ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. സോ അത് നമുക്ക് ആ ഒരു ക്ലാരിറ്റി, സത്യാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻസ്, കമ്മ്യൂണിക്കേഷൻ വയ്ക്കുമെന്നുള്ളതാണ്. സോ ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുകയും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്യും എന്നുള്ളൊരു ഇതാണ്. എന്താണ് എന്നുള്ളത് ആ ഒരു വ്യക്തി ഇനി മുന്നിലോട്ടുള്ളത് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് ക്ലിയറായിട്ട് ചിന്തിച്ച് ആ ഒരു വ്യക്തി ചെയ്യുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഏസ് ഓഫ് സ്വോർഡ്സിന് ശേഷം നമുക്ക് വന്നത് കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് ആ ഒരു ക്ലാരിറ്റിയൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം ആക്ഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്നുള്ളതാണ്. സോ ഓവറോൾ റീഡിങ്സ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും പാസ്റ്റിൽ ആ ഒരു ട്രോമാസും ഇമോഷണൽ ഡിസ്റ്റൻസും ഒക്കെയാണ് കാണുന്നത്. കറൻ്റ്ലി നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ഇമോഷണൽ പെയിനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ ഫ്യൂച്ചർ എനർജി നോക്കിയപ്പോഴത്തേക്കും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ടൈം കൺസ്യൂമിങ് ആണെന്നും പറയുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഹൈ പ്രീസ്റ്റസ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ അത് പറയുന്നത് നമുക്കിപ്പോഴും അൺക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. സോ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഡൗട്ട്ഫുള്ളായിട്ട് നമ്മൾ നിൽക്കാറുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അത് നിങ്ങൾ കേൾക്കുക, മുന്നോട്ട് പോകാനാണ് നമുക്ക് ആ ഒരു കാർഡ്, ആ ഒരു എനർജിയാണ് തരുന്നത്. നിങ്ങളെ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന അതുപോലെയാണോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മളിവിടെ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിൽ ആ ഒരു ലവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതോ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇമോഷണലി ഡിസ്റ്റൻസായി പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് കറൻ്റ്ലി നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനും അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇൻ ഫ്യൂച്ചറിലാണ് നമുക്കൊരു മിക്സ് ഓഫ് ഇമോഷൻസ് കാണുന്നത്. ആ ഒരു വ്യക്തി ഒരു തോട്ട് വരുന്നതും ആക്ഷൻസ് എടുക്കുന്നതും ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിച്ച പോലെ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ആ ഒരു വ്യക്തി നിങ്ങളെ കെയർ ചെയ്തിരുന്നോ അല്ലെങ്കിൽ ലവ് ചെയ്തിരുന്നോ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യൂണിവേഴ്സൽ അഡ്വൈസസ് എന്താണെന്ന് നോക്കാം.
7 of Swords, 3 of Pentacles, Ace of Pentacles, 5 of Wands and 9 of Wands. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് 7 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾക്കൊരു ലൈക്ക് വാർണിംഗ് പോലത്തെ ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റിനുള്ള എല്ലാവരെയും നിങ്ങൾ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും വിശ്വസിക്കരുത്. ആൻഡ് അങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് മനസ്സിലാക്കുകയും അത് ഇഗ്നോർ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് കിട്ടുന്നത് ഗൈഡൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സോ അത് ഒരു ടീം വർക്കിൻ്റെ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ, ഇപ്പോൾ റിലേഷൻഷിപ്പിലാകുമ്പോഴത്തേക്ക് 2 പേരുടെ ആ ഒരു എഫേർട്സും ലവും കെയറും ഇതെല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടീം വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈക്വലി അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം ആൻഡ് എഫേർട്സ് ഇടണം. സോ അങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കുക, അങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പം എപ്പോഴും ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു റിലേഷൻഷിപ്പ് നേരെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. സോ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. സോ നിങ്ങളിപ്പോൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലൊരു പുതിയ ഓഫർ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു എന്നൊരു ഇതിൽ എന്തായാലും നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങൾക്കൊരു പുതിയൊരു അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. നിങ്ങൾക്കിപ്പോൾ കരിയറിലും പേഴ്സണൽ ഗ്രോത്തിലൊക്കെ വരുന്ന അവസരങ്ങൾ നിങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ ഒരു അവസരം വരുന്നുണ്ട്. സോ അതിന് നിങ്ങൾ റെഡി ആയിരിക്കുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 5 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ 5 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു തെറ്റിദ്ധാരണകൾ, പിന്നെ റിലേഷൻഷിപ്പിൽ തന്നെയാണ്, അപ്പം തെറ്റിദ്ധാരണകൾ, പിന്നെ അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റും ആർഗ്യുമെൻറ്റ്സും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷന് ആ ഒരു വ്യക്തി വന്നാലും അതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, എന്തും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആകണം. അതും ഒരു ആർഗ്യുമെൻ്റ് ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ വേണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളെ ആൾക്കാർ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു കൺട്രോൾ അവർക്ക് കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മുന്നോട്ട് പോകണം, ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യണം, നിങ്ങൾ ഹീലാകണം എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ട്രൂലി ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.